നിങ്ങളുടെ ഉദരങ്ങളിൽ ജീവന്റെ തുടിപ്പ് തന്നതും, നിങ്ങളെ ഉമ്മാന്ന് വിളിക്കാൻ മക്കളെ തന്നതും, നിങ്ങൾക്കൊരു ഭർത്താവിന്റെ തണൽ തന്നതും, നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ പടച്ചറബ് അവസരം തന്നതും, ഒരൊറ്റ ലക്ഷ്യം പടച്ചറബ് നിങ്ങൾക്ക് മുൻപിൽ കാണിച്ചു തന്നതുകൊണ്ടാ ആ കുടുംബത്തെ നിങ്ങൾ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കാൻ, ആ കുടുംബത്തെ ഏത് പരീക്ഷണത്തിലും തകർന്നു പോകാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോകാൻ ആ ഉത്തരവാദിത്വം അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറുന്ന ഭാര്യമാരാവണം, മാതാക്കളാവണം. എൻ്റെ കുടുംബത്തെ എനിക്ക് സ്വർഗത്തിലെത്തിക്കണം, എൻ്റെ കുടുംബത്തിൽ എനിക്ക് ദീനുണ്ടാക്കണം എന്ന ചിന്തയോടെ ജീവിക്കുന്ന മാതാക്കൾ. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും റഹിമല്ലാഹു ഇംറഅത്തൻ, ഒരു പെണ്ണിന് പടച്ചോൻ സദാ ബർക്കത്ത് കൊടുക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ ഉമ്മാർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. ഭാര്യമാർക്ക്, പല മാതാക്കൾക്കും ഭാര്യമാർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മളെ ഈമാൻ മാത്രം ക്ലിയറാക്കിയാൽ മതിയെന്ന്. ഞാൻ ഖുർആൻ ഓതും, ഞാൻ നിസ്കരിക്കും, ഞാൻ സുന്നത്ത് നിസ്കരിക്കും, ഈ ഒരു കാര്യത്തിൽ മാത്രം സ്വന്തം ശ്രദ്ധ ചെലുത്തി ജീവിക്കുന്ന ഭാര്യമാരുണ്ട്, മാതാക്കളുണ്ട്. അല്ലാഹു തആല അത് മാത്രമല്ല ഉമ്മമാരെ ഏൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളുടെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കണം, ആ കുടുംബത്തിന് ദീനുണ്ടാക്കി കൊടുക്കണം, ആ കുടുംബത്തിന് ദീനിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. റഹിമല്ലാഹു ഇംറഅത്തൻ, അള്ളാഹു ഒരു പെണ്ണിന് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു. എന്താ അവളുടെ ലക്ഷണം? നമസ്കാരത്തിന് സമയമാകുമ്പോൾ എഴുന്നേൽക്കുകയും ഉദു എടുക്കുകയും എഴുന്നേൽക്കാൻ മടിക്കുന്ന ഭർത്താവിനെ വിളിച്ചുണർത്തുകയും ചെയ്യുന്ന പെണ്ണ്. എഴുന്നേൽക്കാൻ മടി കാണിക്കുന്ന ഭർത്താവിൻ്റെ മുഖത്ത് വെള്ളം തളിച്ച് അയാളെയും കുടുംബത്തെയും നമസ്കാരത്തിലേക്ക് പങ്കുകാരാക്കാൻ, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി പരിശ്രമിക്കുന്ന പെണ്ണിന് റഹിമല്ലാഹു ഇംറഅത്തൻ, ആ പെണ്ണിന് പടച്ച റബ്ബ് സദാ ബർക്കത്ത് കൊടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു തആല പറയുമ്പം നമ്മൾ നമസ്കരിക്കുക, നമ്മൾ ഖുർആൻ ഓതുക, നമ്മൾ അത്യാവശ്യം ദീനീ ചിട്ടയിൽ നടക്കുക എന്നത് മാത്രമല്ല അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം. നമ്മളെ കുടുംബത്തെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ഓരോ മാതാക്കൾക്കും പരിശ്രമിക്കാനും പണിയെടുക്കാനും സാധിക്കണം. ജീവിത